പറശ്ശിനിക്കടവ് മുത്തപ്പനെയും പറശ്ശിനിക്കടവ് ക്ഷേത്രത്തെയും പറ്റി കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല നമ്മൾ മലയാളികൾക്കിടയിൽ. നമ്മൾ പലതവണ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ ക്ഷേത്ര ദർശനം നടത്താനും ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. അതായത് ഭഗവാനെ വിശ്വസിക്കുന്നവർ ക്ഷേത്രങ്ങളിൽ പോകാനും ഭഗവാന്റെ കൽപ്പന കേൾക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ നമ്മളിലെ അധികമാർക്കും അറിയാത്തൊരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് ആരാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ, ഏത് ദേവതയുടെ അവതാരമാണ് അല്ലെങ്കിൽ ഭാവമാണ് എന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ പണ്ട് ഒരു വീക്കിലിയിൽ അതിനെപ്പറ്റി വായിച്ചൊരു കഥയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഞാൻ വായിച്ചിട്ട് കുറേ നാളായി, പിന്നീടെങ്ങും ആ കഥ വായിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ തിരുത്തോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയണം. അപ്പം ഞാൻ കഥയിലേക്ക് കടക്കുകയാണ്. അതായത് പണ്ട് അസുരന്മാരുടെ ശല്യം ഭൂമിയിൽ വർദ്ധിച്ചപ്പോൾ അസുരന്മാർ ഭൂമിയിൽ സാധുക്കളായ മുനിമാരെയും മനുഷ്യരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാരും മഹാവിഷ്ണുവും നമ്മുടെ ബ്രഹ്മാവും അങ്ങനെയുള്ള എല്ലാവരും കൈലാസത്തിലെത്തി ഒരു ചർച്ച നടത്തി മഹാദേവന് മുൻപാകെ. അപ്പോൾ അങ്ങനെ ചർച്ച നടന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കെ മഹാദേവൻ സ്വന്തം ദിവ്യരൂപം ഒരു ശക്തി ചൈതന്യം ആവാഹിച്ച് ഭൂമിയിലേക്ക് അയച്ചു. അതാരും കാണാതെയാണ് ഭഗവാൻ അത് ചെയ്തത്. അപ്പോൾ ആ ഒരു രൂപം വളർന്നൊരു ഭാവമായി, ഭഗവാന്റെ ഒരു പ്രതിപുരുഷനെ പോലെ ആയി മാറിയ ഭാവം അത് വളരെ ദേഷ്യം അല്ലെങ്കിൽ കോപശക്തിയായിരുന്നു ഭഗവാന്റെ. അപ്പോൾ ആ കോപശക്തി ശരിക്കും ഭഗവാന്റേതായിട്ടുള്ള ക്രോധശക്തി കൊണ്ട് രൂപപ്പെടുത്തിയതുപോലെയായിരുന്നു. യുദ്ധം ചെയ്യാനുള്ള ഒരു ഭാവമായിരുന്നു. അപ്പോൾ ആ ശക്തി നമ്മുടെ അസുരന്മാരെയും രാക്ഷസന്മാരെയും അങ്ങനെ ഭൂമിയിലെ മനുഷ്യരെ ശല്യപ്പെടുത്തിയിരുന്ന എല്ലാവരുടെയും ഇടയിലേക്ക് ചെന്ന് അവരോട് യുദ്ധം ചെയ്ത് അവരെയൊക്കെ അതിവേഗം നശിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ നമ്മളറിയാത്തൊരു ട്വിസ്റ്റ് അവിടെ സംഭവിച്ചു. അതായത് മഹാദേവൻ ഇങ്ങനെ ചെയ്തത് കാണുന്ന ഒരാളുണ്ടായിരുന്നു, നമ്മുടെ മഹാവിഷ്ണു ഭഗവാൻ. അപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ അതിനിടയിൽ മറ്റൊരു സൂത്രം ഒപ്പിച്ചു. അതായത് മഹാദേവൻ ചെയ്തതുപോലെ സ്വന്തം ശക്തിയിൽ നിന്നൊരു അവതാരം എടുത്ത് അവിടെ ഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ മഹാദേവൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ക്രോധശക്തിയായിരുന്നു. അത് വളരെയധികം ദേഷ്യത്തോടെയും വളരെയധികം ഉഗ്രകോപിയായിരുന്നു. അപ്പോൾ പക്ഷേ മഹാവിഷ്ണുവിൻ്റെ രൂപം നേരെ എതിരായിരുന്നു. ഭൂമിയിൽ ഒരു സ്ഥലത്തിരുന്ന് തപസ് ചെയ്ത് ധ്യാനിച്ചിരിക്കുന്ന ഒരു ശാന്തഭാവമായിരുന്നു മഹാവിഷ്ണുവിൻ്റെ. അപ്പോൾ വേറൊരു കാര്യം അവിടെ സംഭവിച്ചത്, ഈ ക്രോധശക്തിയാൽ എല്ലാ രാക്ഷസന്മാരെയും അസുരന്മാരെയും നശിപ്പിച്ച് അവിടെ സമാധാനം പുനഃസ്ഥാപിച്ച ശിവശക്തി പക്ഷേ അത് കഴിഞ്ഞിട്ടും അതിൻ്റെ ഉഗ്രകോപത്തെ അടക്കുവാൻ സാധിച്ചില്ല. അതിന് നിയന്ത്രണം ഉണ്ടായില്ല. കാരണം മഹാദേവൻ്റെ കോപശക്തിയിൽ നിന്നുണ്ടാകുമ്പോൾ അതിനങ്ങനെ പെട്ടെന്നൊന്നും അടങ്ങാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ ആക്രമണം സാധാരണ ജനങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. സാധാരണ ജനങ്ങളുടെ സ്വത്തും സമ്പത്തുകളും അവരുടെ എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. അവരെയും അതിനെതിരായിട്ട് വരുന്ന എല്ലാവരെയും നശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനെതിരെ ആ ശക്തിയെ അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ആ സമയത്ത് യോദ്ധാക്കളും രാജാക്കന്മാരൊക്കെ പരിശ്രമിച്ചു. പക്ഷേ അതൊരു ഫലം ഉണ്ടായില്ല. കാരണം ശിവശക്തിയെ തടഞ്ഞു നിർത്താൻ ഈ ലോകത്തൊരാൾക്കും കഴിയില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണോ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ സാധാരണ മനുഷ്യർക്കൊന്നും വളരെ വലിയ ആൾക്കാർ വന്നിട്ട് പോലും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന് മാത്രമല്ല അതിൽ നിന്നും നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായി. സ്വന്തം ജീവൻ പോലും പോകുന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഈ മുനിമാരും സാധുജനങ്ങളും സങ്കടത്തിലേർപ്പെട്ടവർ മഹാവിഷ്ണുവിനെ വിളിക്കാൻ തുടങ്ങി. അതായത് നാരായണ ജപിച്ച് കരുണാമയനായ മഹാവിഷ്ണുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങളെ ഇപ്പോൾ ആ ശക്തി ഒരു സാധാരണക്കാരനല്ല, അത് മഹാദേവൻ്റെ ക്രോധശക്തിയാണ്. അതിനെ തടയാൻ നിങ്ങളെക്കൊണ്ട് എന്തായാലും പറ്റില്ല. നിങ്ങളെക്കൊണ്ടെന്നല്ല, ഈ ലോകത്ത് ഒരിക്കലും സാധാരണക്കാർക്കൊന്നും അതിനെ തടയാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്യുക, എൻ്റെ ഒരു രൂപം അവിടെ ധ്യാനിക്കുന്നുണ്ട്. അതായത് എൻ്റെ ഒരു പ്രതിരൂപം ഇന്ന സ്ഥലത്ത് അവിടെ ധ്യാനിച്ച് തപസ് ചെയ്യുന്നുണ്ട്. ആ ആളോട് നിങ്ങൾ
പോയി സങ്കടം പറയുക. നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ അയാൾക്ക് മാത്രമേ കഴിയൂ, വേറൊരാൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പ്രതിപുരുഷൻ അവിടെ നിന്ന് തപസ് ചെയ്യുന്നു. അപ്പോൾ ഇവരെല്ലാം ചെന്ന് അവിടെ സങ്കടം പറഞ്ഞു. അവരുടെ അവരുടെ അനുഭവങ്ങൾ കേട്ടിട്ട് സങ്കടം തോന്നി, അവരുടെ അവസ്ഥയിൽ സങ്കടം തോന്നിയ മഹാവിഷ്ണുവിൻ്റെ ആ രൂപം അവരെ സഹായിക്കാമെന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ ശിവരൂപം അവിടെ നിന്ന് താണ്ഡവമാടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ രൂപത്തിൻ്റെ മുന്നിൽ വന്ന് മഹാവിഷ്ണുവിൻ്റെ രൂപം അതിന് മുന്നിൽ വന്ന് നിന്നു. ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് ഇൻട്രസ്റ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ബാക്കി അറിയുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക. അപ്പോൾ എനിക്കതൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ കാരണം ഞാൻ കുറച്ച് നാളായിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ നിങ്ങൾ കാണുന്നവരൊന്ന് സഹായിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത് ബാക്കി പറയാം. അപ്പോൾ തടഞ്ഞു നിർത്തുന്ന രൂപത്തിനോട് മാറാൻ ആവശ്യപ്പെട്ടിട്ടും അത് മാറിയില്ല. കാരണം ഈ സാധുക്കളെയും മുനിമാരെയും അതുപോലുള്ള ഭൂമിയിലെ നല്ല ജീവജാലങ്ങൾക്ക് ഉപദ്രവം വരുത്താതെ മുന്നോട്ട് പോകാമെങ്കിൽ വഴിമാറി തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് തയ്യാറായില്ല. അപ്പം അങ്ങനെ രണ്ടുപേരും, മഹാദേവൻ്റെ ശക്തിയും മഹാവിഷ്ണുവിൻ്റെ ശക്തിയും, വളരെ വലിയൊരു യുദ്ധം അവിടെ ഉണ്ടായി. പക്ഷേ യുദ്ധമുണ്ടായപ്പോൾ രണ്ടുപേരും തുല്യ ശക്തികളായിട്ടാണ് യുദ്ധം ചെയ്തത്. അതായത് തുല്യ പരാക്രമത്തിൽ തുല്യ മികവോടെ ആരും ജയിക്കാതെ ആരും തോൽക്കാതെയും കാലാകാലങ്ങളായി യുദ്ധം നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കൽ യുദ്ധത്തിനൊടുവിൽ അവർ പരസ്പരം സന്ധി ചെയ്തു. ആരും ജയിക്കാതെ വന്നപ്പോൾ അവർ പരസ്പരം സന്ധി ചെയ്തു. അതായത് അങ്ങനെ യുദ്ധം അവസാനിപ്പിച്ചു. അപ്പോൾ പിന്നീട് അങ്ങോട്ട് അവർ സുഹൃത്തുക്കളായിരുന്നു. ഏത് കാര്യത്തിനും ഒരുമിച്ചേ പോകൂ, എല്ലായിടത്തും ഒരുമിച്ചുണ്ടാവുമെന്ന് അവർ പരസ്പരം വാഗ്ദാനം ചെയ്തു. നല്ല സുഹൃത്തുക്കളായി മാത്രം നിൽക്കുമെന്നും ഏതൊരു കാര്യത്തിനും ഒരുമിച്ചുണ്ടാവുമെന്നും അങ്ങനെ അവർ വാഗ്ദാനം ചെയ്തു. അങ്ങനെ അവർ കലിയുഗത്തിൽ അവർ ഒരുമിച്ച് വന്ന ഒരു സ്ഥലത്തിരുന്നതാണ് പറശ്ശിനിക്കടവ്. അപ്പോൾ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശിവൻ മാത്രം അല്ലെങ്കിൽ വിഷ്ണു മാത്രം എന്നൊക്കെ പറയാൻ പറ്റില്ല. മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ശക്തിയായിട്ട് നമ്മൾ കാണണം. അതായത് നേരത്തെ പറഞ്ഞ മഹാദേവൻ്റെ ഉഗ്രകോപ സ്വഭാവമുണ്ടെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ശാന്തത, ഇത് രണ്ടും കൂടി ചേർന്ന ഒരാളാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്നാണ് നമുക്ക് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി, ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സഹായിക്കുക. ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും.